എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഞാൻ എക്സാം എഴുതിയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ബാക്ക് പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ എനിക്ക് റിസൾട്ട് വരുമ്പോൾ അതിൽ എനിക്ക് മാർക്ക് കുറയുന്നു. ഞാൻ ചില വിഷയങ്ങൾക്ക് തോറ്റു പോകുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകാം, നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉടമ്പടി എടുക്കാൻ വരികയും ഞാൻ ഉടമ്പടി എടുത്ത വിഷയത്തിൽ ഞാൻ ഈ വിഷയം വെച്ച് സമർപ്പിച്ച് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് ഓരോ എക്സാമായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി. ഞാൻ പോയപ്പോൾ മാതാവിൻ്റെ കാശുരൂപം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു എക്സാം എഴുതുന്ന സമയത്ത്. അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ കാശുരൂപവും വിശുദ്ധ തൈലവും ഉപയോഗിച്ചിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാ പരീക്ഷയും കഴിഞ്ഞു. ഞാൻ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞ് ആ പേപ്പറിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മേ, എനിക്ക് ജയിക്കാനുള്ള മാർക്ക് മാത്രം മതി, ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ റിസൾട്ട് ഫെബ്രുവരി 14 പബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ ഫെബ്രുവരി 25 ഉടമ്പടി എടുക്കുന്നത്. 2025 14 എൻ്റെ റിസൾട്ട് വരുന്നു. അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മയും ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഫെബ്രുവരി 25 അതിന് മുമ്പ് തന്നെ എൻ്റെ റിസൾട്ട് വരണേ, എനിക്ക് ഈ വരുന്ന എൻറോൾമെൻറ്റിൽ തന്നെ എൻറോൾ ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഫെബ്രുവരി 14 തന്നെ എൻ്റെ റിസൾട്ട് വരികയും ആ റിസൾട്ടിൽ ഞാൻ എല്ലാ വിഷയവും പാസ്സാകുകയും ഈ ജൂൺ 1 ഞാൻ എൻറോൾ ചെയ്യുകയും ഇപ്പോൾ ഞാൻ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ കുറേ നാളായിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളമായി എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിക്കടി എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരികയും ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുകയും അങ്ങനെ അവർ മരുന്ന് തരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഈ യൂറിനറി ഇൻഫെക്ഷൻ വന്ന് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട്, അവരുടെയും കൂടെ മാറ്റണേ, ആ കൂട്ടത്തിൽ എൻ്റെ പ്രാർത്ഥനയും കൂടെ കേൾക്കണേന്ന്. അതിന് പ്രകാരമായിട്ട് 1 വർഷക്കാലമായിട്ട് എനിക്ക് ഇതുവരെ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടില്ല. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞു.